രാധേ, സ്കൂൾ തുറക്കാറായില്ലേ? നമുക്ക് അതിനുമ്പ് മായാവി ഒന്ന് കാണണ്ടേ? ശരിയാ, മായാവിയെ കണ്ടിട്ട് കുറെ ദിവസമായി. ഇവരുടെ പിന്നാലെ ചെന്നാൽ മായാവിയെ പിടികൂടാ. ആരും കാണാതെ വേണം മായാവിയെ വിളിക്കാൻ. അതെ, ആരെങ്കിലും കണ്ടാൽ കുഴപ്പാണ്. ഇന്ന് മായാവിയെ കിട്ടാതിരിക്കില്ല. രാധേ, നമുക്ക് കാട്ടിലെ പഴയ ബംഗ്ലാവിൽ പോയാലോ? അവിടെ ആരും താമസിക്കുന്നില്ലേ? ഇല്ല, റോവർ സാഹിബിന്റെ വീടായിരുന്നു അത്. സാഹിബ് മരിച്ചതിൽ പിന്നെ ആരും താമസമില്ല. നല്ല സ്ഥലം, ഇവിടെയെങ്ങും ആരുമില്ല. ആ മുറിയിൽ കഥ കടിച്ചിരുന്ന മായാവി വിളിക്കാം. ഡാഗിനി പോലും ഇങ്ങോട്ട് വരില്ല. നമുക്ക് കാണാം. രാജു, ദാ ഇവിടെ ഇരിക്കാം. ഓം ക്രീം കുട്ടിച്ചാത്ത, ഓം ക്രീം കുട്ടിച്ചാത്ത, ഓം ക്രീം. രാജു, രാധേ. രാധേ, ദാ മായാവി വന്നു. എന്താ അപകടം വല്ലതും പറ്റിയോ? ഇല്ല, സ്കൂൾ തുറക്കാറായി. അതിനു മുമ്പ് മായാവി ഒന്ന് കാണണമെന്ന് തോന്നി. ഹോ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്ത്, മായാവിക്ക് പേടിയോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ വല്ല ആപത്തിലും പെട്ട് കാണുമെന്ന്. ആപത്തിൽ പെട്ടാലെന്താ, മായാവി ഇല്ല രക്ഷിക്കാൻ. നോക്കിയിരുന്നോ, ആദ്യം ആ പിള്ളേരെ തട്ടണം. അവരില്ലെങ്കിൽ മായാവിയെ ആരും രക്ഷപ്പെടുത്തില്ല. ആ വിക്രമിനെ കൂടി കണ്ടുപിടിക്കാം. എടാ വിക്രമ, ആ രാജുവിനെ രാധയെയും പിടികൂടണ്ടേ? എന്റെ കൂടെ വാ. ഓ വേണ്ട വേണ്ട, കയറിൽ നിന്ന് വീണതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ഇത്തവണ ഒരു കുഴപ്പവും വരില്ല. ആ പിള്ളേരിപ്പോ റോവർ സാഹിബിന്റെ ബംഗ്ലാവിലുണ്ട്. നേരായിരിക്കും വിക്രമ, നമുക്കൊന്ന് പോയി നോക്കാം. ദേ അമ്മൂമ്മേ, എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ നിങ്ങളെ ഞാൻ വിടില്ല. പേടിക്കാതെ വാ വിക്രമ. അതെ അതെ അതെ, വിക്രമൻ സാരമില്ല. ആ ഡാഗിനിയാണ് ഭയങ്കരി. അതാ പെണ്ണിന്റെ ഒച്ചയാണത്. നീ ഈ ജനലിന്റെ അടുത്ത് നിൽക്ക്. ഞാൻ നിന്റെ തോളിൽ കയറി നിന്ന് നോക്കാം. ആദ്യം മായാവിയുടെ വഴി തട്ടിയെടുക്കണം. ഇന്നവരെ കൈ കിട്ടും. അയ്യോ ഡാഗിനി. മായാവി, ഞാനിതാ എത്തിപ്പോയി. ഓം ഹ്രീം തല വളര് വളര്. ഓം ഹ്രീം തല വളരൂ വളര്. ഓം ഹ്രീം വളരട്ടെ, അമ്മമ്മ തല വളരട്ടെ. വരൂ, നിങ്ങളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. മുത്തു, ഈ അമ്മൂമ്മയുടെ ഭാരം കൂടി വരികയാണെന്ന് തോന്നുന്നല്ലോ. അമ്മൂമ്മേ, എനിക്ക് വയ്യ, താഴ്ത്തിറങ്ങ് വേഗം. രക്ഷിക്കണേ. അമ്മൂമ്മ ആരോ പിടികൂടിയിട്ടുണ്ട്. വാ, നമുക്ക് അപ്പുറത്ത് ചെന്ന് നോക്കാം. വേഗം വേഗം. ഓ അയ്യോ, ഓടിക്കോ രാക്ഷസി. അമ്മൂമ്മയെ ആ രാക്ഷസി പിടിച്ച് വിഴുങ്ങി കാണണം. ഡാഗിനി അമ്മൂമ്മയുടെ തല കണ്ടോ?